ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ചിക്കൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് ചിക്കൻ കാല ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സോയാബീനും ഉരുളൻകിഴങ്ങുമാണ്. ഇനി മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ചായയൊക്കെ വെച്ച് ചായ തിളയ്ക്കുന്ന ടൈം കൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് സോയാബീൻ കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെക്കണം. അത് കുതിർന്നതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് ഉരുളൻകിഴങ്ങും സോയാബീനും കൂടി ഒന്ന് നല്ല കുഴച്ചെടുക്കുക. മിക്സിയിൽ ഒന്ന് അടിക്കരുത് കേട്ടോ, കയ്യേറ്റ് തന്നെ കുഴച്ചെടുക്കണം. അധികം അരഞ്ഞ് കിട്ടാൻ പാടില്ല, കയ്യേറ്റ് കുഴക്കുന്ന പരുവം തന്നെ പാടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് സോയാബീനിലും ഉരുളക്കിഴങ്ങിലും തന്നെ വെള്ളം ഉണ്ടാവും, വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ചിക്കൻ പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നൊന്നുമില്ല, കോൺഫ്ലവർ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി കുഴച്ചെടുത്തതിന് ശേഷം ഐസിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കളോ, ഞാൻ അപ്പോൾ ഇതിൽ ഈർക്കളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കാല് പോലെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെളിച്ചെണ്ണയ്ക്ക് ഇടുമ്പോൾ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിൽ ഈർക്കൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു ചിക്കൻ കാലിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഈർക്കൾ കുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക, ചൂടായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. ഇതേപോലെ ആ ഷേപ്പാക്കിയതിന് ശേഷം ഈർക്കൾ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ വിഭവങ്ങൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷമാവും. ആദ്യമായിട്ടൊക്കെ ഓരോ ടൈപ്പ് വിഭവങ്ങൾ കാണുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം കേട്ടോ.